ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിലാണ്. 15 റൺസുമായി അശ്വിനും 9 റൺസുമായി വൃദ്ധിമാൻ സാഹയുമാണ് ക്രീസിൽ. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടെസ്റ്റിൽ കോഹ്ലി ടോസ് ജയിച്ച മത്സരങ്ങളിലൊന്നും ഇന്ത്യ തോറ്റിട്ടില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ കളി തുടങ്ങിയത്. പൃഥ്വി ഷാ നേരിട്ട രണ്ടാം പന്തിൽ 0-ന് പുറത്താവുന്ന ദയനീയ കാഴ്ചയോടെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് തുടക്കമായത്. സ്കോർ 32-ൽ നിൽക്കെ 17 റൺസ് എടുത്ത മായങ്ക് അഗർവാളിനെയും ഇന്ത്യക്ക് നഷ്ടമായി. ഇതിന് പിന്നാലെ വന്ന കോഹ്ലിയും പൂജാരയും ചേർന്ന് 68 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ ക്ഷമയോടെ ബാറ്റ് ചെയ്ത പൂജാരയെ നാഥാൻ ലയോണിൻ്റെ പന്തിൽ മാർണസ് ലബുഷൈൻ ക്യാച്ചെടുത്ത് പുറത്താക്കി. 160 പന്തുകൾ നേരിട്ട പൂജാര 2 ഫോറുകൾ സഹിതം 43 റൺസ് എടുത്തിരുന്നു. പിന്നീടിറങ്ങിയ അജിങ്ക്യ രഹാന വിരാട് കോഹ്ലിക്ക് മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത്തിലായി. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത കോഹ്ലി 123 പന്തിൽ അർദ്ധ സെഞ്ചുറി കണ്ടെത്തി. എന്നാൽ സ്കോർ 188-ൽ നിൽക്കെ വിരാട് കോഹ്ലി റണ്ണൌട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. പുറത്താവുമ്പോൾ കോഹ്ലി 180 പന്തിൽ നിന്ന് 8 ഫോറുകളുടെ സഹായത്തോടെ 74 റൺസ് എടുത്തിരുന്നു. സ്കോർ 195-ൽ നിൽക്കെ 42 റൺസ് എടുത്ത രഹാനയെ മിച്ചൽ സ്റ്റാർക്കും പുറത്താക്കി. 16 റൺസ് എടുത്ത ഹനുമാൻ വിഹാരിയെ പുറത്താക്കിയ ജോഷ് ഹേസിൽവുഡ് ആദ്യ ദിനം ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമാക്കി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ പാറ്റ് കമ്മിൻസ്, നാഥാൻ ലയോൺ, ഹേസിൽവുഡ് എന്നിവർക്ക് ഓരോ വിക്കറ്റ് ലഭിച്ചു.